ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ ഭാഗം 2143. ഇന്ന് നവംബർ മാസം 12-ാം തീയതി, ഈ ആണ്ടിലെ 316-ാമത്തെ ദിവസത്തിലെത്തി. എന്തുകൊണ്ടായിരിക്കാം ചില യേശുവചനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ എത്തിപ്പെടുന്നത്? എന്തോ ഒരു കൊളുത്തിട്ട് അങ്ങോട്ട് നമ്മളെ വലിച്ച് അടുപ്പിക്കുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം എന്തുകൊണ്ടോ എത്രയോ കാലം മുമ്പ് ഏറെ പ്രിയപ്പെട്ടതായി മാറിയതാണ്. നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ, അങ്ങനെ ഒരാൾ ഒരുവനോട് തെറ്റ് ചെയ്താൽ വേഗം അവനോട് ക്ഷമിക്കണമെന്നാണോ യേശു പറയാൻ ശ്രമിച്ചത്? ക്ഷമയൊക്കെ വേണം, പക്ഷേ അതിനു മുമ്പ് ചില നടപടികളൊക്കെ ഒന്ന് പൂർത്തീകരിക്കണ്ടേ? ക്ഷമിക്കുന്നതിന് മുമ്പ് അല്ലേ? എന്താണ്? നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താല് നീ അവനെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം നിനക്കുണ്ടത്രേ. ക്രിസ്തു അനുയായികളായ ഈ കാലത്തെ ക്രിസ്തു ശിഷ്യരായ നമുക്കിത് പിടുത്തം കിട്ടിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മളിതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളോട് അനേകർ തെറ്റ് ചെയ്യുന്നുണ്ടാവാം. അനേകരോട് നമ്മളും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഈ ഒരു യേശു ആഹ്വാനത്തിന് ഒരു പ്രാധാന്യവും പ്രസക്തിയും കൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സായിട്ടുണ്ടോ? നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനെ അത് ബോധ്യപ്പെടുത്തുക, അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളതിന് ശ്രമിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നു ശ്രമിക്കാറില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അവനെ എത്രയും വേഗം വിധിക്കുക എന്നുള്ളതാണ്. സാധിച്ചാൽ അവനെ വധിക്കുക. വിധിക്കുകയും വധിക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ വല്ലാതെ ധൃതിപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് യേശുവിന്റെ ഈ ഉപദേശത്തിലേക്ക് നമ്മൾ എത്തി നോക്കാത്തത്? അവനെ ബോധ്യപ്പെടുത്താൻ പറയുമ്പോൾ അവിടെ വളരെ പ്രായോഗികമായി സ്വീകരിക്കാനായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു വ്യവസ്ഥ കൂടി ക്രിസ്തുയേശു മുമ്പോട്ട് വെക്കുന്നു. അതെന്താണ്? ആ തെറ്റ് ചെയ്തവനെ ബോധ്യപ്പെടുത്തുന്നത് അവനും നീയും തനിച്ചിരുന്നു വേണം. അതൊരു സ്വകാര്യതയിൽ സംഭവിക്കേണ്ട, സ്വകാര്യതയിൽ നിർവഹിക്കേണ്ട ഒരു വലിയ സുവിശേഷ ശുശ്രൂഷയാണ്. ഓ, അങ്ങനെയാണ്. എന്റെ ജീവിതത്തിലും എന്നോട് ഇടറിയ അല്ലെങ്കിൽ എന്നോട് തെറ്റ് ചെയ്ത അനേകരെ ഞാൻ തിരുത്തിയിട്ടുണ്ടല്ലേ, അവരെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒട്ടും സ്വകാര്യതയിലായിരുന്നില്ല. അതെല്ലാം എല്ലാ അർത്ഥത്തിലും പരസ്യമായിട്ടായിരുന്നു, അത്യുച്ചത്തിലായിരുന്നു. അതിൽ കുറച്ച് ഖേദം തോന്നേണ്ട ഒരു തിരിച്ചറിവിലേക്കും വെളിച്ചത്തിലേക്കും കർത്താവേ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകണമേ. ആമേൻ.